നമ്മളിപ്പോൾ മരിക്കും എന്ന് നമുക്ക് കരുതാൻ ഒട്ടനവധി കാരണങ്ങളുണ്ട്. കാരണം നമ്മളിപ്പോൾ കണ്ട ഒരാളെ തൊട്ടടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നില്ല. മരണമെന്നത് തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ പക്ഷെ അങ്ങനെയൊന്നും എന്നിൽ സംഭവിക്കില്ല എന്ന ഉറപ്പാണ് നമ്മളെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളൊരു സംഗതിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു പേപ്പർ എടുത്ത് ആ പേപ്പറിൽ ഒരു കടലാസ് പെൻസിൽ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ എഴുതി വെച്ച് ആ എഴുതി വെച്ച കാര്യങ്ങൾ നമ്മളൊരു റബ്ബർ ഉപയോഗിച്ച് മായ്ച്ചു കഴിഞ്ഞാൽ എഴുതിയ കാര്യങ്ങളൊക്കെ ഇല്ലാതായി പോകും, മാഞ്ഞു പോകും. Zulu Business Ventures Private Limited നിരവധി പ്രൊഡക്റ്റുകളുമായി ഉടൻ നിങ്ങളിലേക്ക് എത്തുന്നു. DQ Nazlan, ഷെമിജാസ്, ഇസബെല്ല എന്നിങ്ങനെ സ്വന്തം ബ്രാൻഡുകളിലൂടെയാണ് Zulu ബിസിനസ് ഗ്രൂപ്പ് മാർക്കറ്റിലേക്ക് എത്തുന്നത്. DQ Nazlan എന്ന ബ്രാൻഡിന് കീഴിൽ പെർഫ്യൂംസ്, ടീഷർട്സ്, ട്രാക്ക് സൂട്ട്സ് എന്നീ പ്രൊഡക്റ്റുകളും ഷെമിജാസ് ബ്രാൻഡിന്റെ പെർഫ്യൂമുമാണ് ഞങ്ങൾ ആദ്യമായി മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കൂടാതെ കോഫി, ടീ, കോസ്മെറ്റിക്സ് തുടങ്ങിയ പ്രൊഡക്റ്റുകളും ഉടൻ തന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഓൺലൈനായും ഓഫ്ലൈൻ മാർക്കറ്റിൽ നിന്നും നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. Zulu ബിസിനസ് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഹെഡ് ഓഫീസ് പുഴമ്പ്രം ഗ്രാമം, പൊന്നാനി, മലപ്പുറം ഡിസ്ട്രിക്ട്, കേരള. നമ്മളിങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ച ശേഷം കുറേ നന്മകൾ ചെയ്ത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഇല്ലാതായി പോകും. പക്ഷേ പെൻസിൽ കൊണ്ട് എഴുതി മായ്ച്ചു കളഞ്ഞ കാര്യങ്ങൾ ഈ കടലാസിൻ്റെ പിൻവശത്ത് അടയാളമായി ബാക്കിയുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നമ്മൾ എഴുതിയ ഒരു കാര്യം അത് മായ്ച്ചു കളഞ്ഞാലും കടലാസിന് പുറത്ത് എഴുതിയ അക്ഷരങ്ങൾ അതുപോലെ നിൽക്കുന്നുണ്ടാകും. ആസിർ ചെയ്തത് അങ്ങനെ സംഗതിയാണ്. ആസിർ മരിച്ചുപോയി, ആസിർ മാഞ്ഞുപോയി. ആസിർ ഈ ഭൂമിയിൽ വരച്ചു വെച്ചതൊക്കെയും ആസിർ ഈ ഭൂമിയിൽ നന്മകളായി ചെയ്തു വെച്ചതൊക്കെയും മായ്ച്ചു കളഞ്ഞ് ആസിർ ഇവിടെ നിന്ന് പോയി. കടലാസിന് മുന്നിൽ ബാക്കിയായ ആ അക്ഷരങ്ങളുടെ അടയാളങ്ങൾ പോലെ ആസിർ ഇപ്പോഴും ജീവിക്കുന്നത് കൊണ്ടാണ്, പലരുടെയും മനസ്സുകളിൽ ആസിർ ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ടാണ് ആസിറിനെ കുറിച്ചുള്ളൊരു അനുസ്മരണം, ആസിറിനെ ഓർക്കുന്ന ഒരു നിമിഷം, ആസിറിനെ ഓർക്കുന്ന കുറച്ച് സമയമെങ്കിലും വേണം എന്ന് ആസിറിൻ്റെ സുഹൃത്തുക്കൾ ആഗ്രഹിച്ചത്. നമ്മളൊക്കെ മരിച്ചു തീരുമ്പോൾ നമ്മളെയൊക്കെ ഓർത്തു വെക്കാൻ എന്തെങ്കിലുമൊക്കെ ഈ ജീവിതകാലത്ത് നമ്മൾ ബാക്കിയാക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികൾ എന്ന നിലക്ക് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പണി അതുകൂടിയാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം കൂടിയാണത്. നമ്മളൊക്കെ മരിച്ചു തീർന്നാലും നമ്മളെയൊക്കെ ഓർക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിനൊരു നനവും നമ്മുടെയൊക്കെ മനസ്സിനൊരു കുളിർമയും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. ആസിർ ചെയ്ത പണി അതായിരുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മ, ഇവിടെ നേരത്തെ MLA പറഞ്ഞല്ലോ, 40 അംഗ കൂട്ടായ്മയാണെങ്കിലും 40,000-ൻ്റെ ഒരു സംതൃപ്തി ഈ കൂട്ടായ്മ നൽകുന്നുണ്ട് എന്ന്. ആസിർ ഈ കൂട്ടായ്മയെ അങ്ങനെയാണ് കൊണ്ടുപോയത്. ഇപ്പോൾ പലപ്പോഴും അറിയാലോ, 11 വർഷമൊന്നും ഒരു കൂട്ടായ്മയും നിലനിൽക്കില്ല പുതിയ കാലത്ത്. പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകൾ, വ്യത്യസ്തങ്ങളായ ചിന്തകളുള്ള, വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയമുള്ള, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുള്ള ഒരു വലിയ കൂട്ടായ്മ ഇപ്പോഴും ഇങ്ങനെ കരുത്തോടെ നിൽക്കണമെങ്കിൽ ഈ സംഗതിയെ പൊട്ടാതെ, പൊളിയാതെ, തകരാതെ, വേർപിരിയാതെ കൊണ്ടുപോകുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് ആസിർ ചെയ്ത് തീർത്തത് എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല. ആ നന്മയാണ് ഇപ്പോഴും ആസിറിനെ ഓർക്കുന്നിടത്തേക്ക് എല്ലാവരെയും എത്തിച്ചിട്ടുണ്ടാകുക. ആസിർ നമ്മളെയൊക്കെ വെറുപ്പിച്ചിട്ടാണ് കടന്നു പോയതെങ്കിൽ, നമുക്കിഷ്ടമില്ലാത്തൊരു കഥാപാത്രമായാണ് ആസിർ ജീവിച്ചു തീർത്തതെങ്കിൽ ആസിർ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഓർമ്മയായി കടന്നു വരില്ല, ഉറപ്പാണ്. മനുഷ്യരൊക്കെ അങ്ങനെയാണ്. നമ്മുടെ ഉള്ളിൽ എവിടെയോ ആസിർ ഒരു നന്മയായി ഇങ്ങനെ അള്ളി നിൽക്കുന്നത് കൊണ്ടാണ് ആസിറിനെ ഈ ഒരു അവസരത്തിൽ ഓർത്തത്, ഇങ്ങനെയൊരു സെഷൻ വേണമെന്ന് ആഗ്രഹിച്ചത്. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്, അല്ലേ? അപ്പോൾ ആസിർ എവിടെയായിരുന്നു അവിടെ ആസിറിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്കൂളിൽ എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു സാധനം അതാണ്. ആസിർ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ആസിറായിരുന്നു എല്ലാം. അവിടെ ആസിറിൻ്റെ തസ്തിക ലാബ് അസിസ്റ്റൻ്റ് എന്നതായിരുന്നു. ആസിർ ഒരു ലാബിലെ ജോലി മാത്രം ചെയ്യുന്ന ആളായിരുന്നില്ല. ആ സ്കൂളിൽ ഒരു അനക്കം അനങ്ങണമെങ്കിൽ അത് ആസിർ അറിയണം എന്നിടത്തായിരുന്നു. ഒരു
ഒരു വിദ്യാലയത്തെ, ഒരു പ്രസ്ഥാനത്തെ, ഒരു സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എല്ലാ അനക്കങ്ങളിലും ആസിർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കൂട്ടായ്മയിൽ മാത്രമായിരുന്നില്ല, ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ആസിർ എല്ലാമായിരുന്നു എന്നുള്ളതാണ്. ആസിറിൻ്റെ ജോലി അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊക്കെ നമ്മളിലേക്ക് ചുരുങ്ങുന്നൊരവസ്ഥയാണ്. നമ്മുടേതല്ലാത്ത ഒന്നും നമ്മൾ ഏറ്റെടുക്കില്ല. നമ്മുടെ ജോലിയാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യും, അത് എൻ്റെ പണിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കും. നമ്മൾ പലപ്പോഴും ഒറ്റപ്പെട്ട തുരുത്തുകളിലേക്ക് ചുരുങ്ങാറാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും അധ്യാപകനല്ലാതിരുന്നിട്ട് പോലും, അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പാൾ അല്ലാതിരുന്നിട്ട് പോലും ആ സ്ഥാപനത്തിലെ മുഴുവൻ കാര്യങ്ങളിലും ആസിർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു വിടവ് ഇപ്പോഴും ആ സ്ഥാപനത്തിൽ നികത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് അവിടെ നിന്നുള്ള സുഹൃത്തുക്കൾ അവരുടെ അനുഭവമായി പറഞ്ഞു വെക്കാറുണ്ട്, അല്ലേ? അങ്ങനെ നമ്മൾ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ നമ്മൾ അടയാളപ്പെടുത്തുന്നവരായി മാറുക എന്നുള്ളതാണ്. പുതിയ കാലത്തെ കുട്ടികളോട്, നിങ്ങളോട് ഏറ്റവും പ്രധാനമായി പറയാനുള്ളൊരു കാര്യം അതാണ്. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങളുടെ ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അതിന് നമ്മൾ ഈ ഒറ്റപ്പെട്ട തുരുത്തുകളിലേക്ക് ചുരുങ്ങിയാൽ അതുണ്ടാവില്ല. മനുഷ്യരുടെ പ്രശ്നങ്ങൾക്കിൽ ഇടപെടുക എന്നുള്ളതാണ്. ആ ഇടപെടൽ ആസിർ സാധ്യമാക്കിയിരുന്നു. ഇപ്പോൾ 11 വർഷം മുമ്പുണ്ടായ ഈ കൂട്ടായ്മ കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഭാഗമായി മാറി, അതിൻ്റെ നന്മയുടെ ഭാഗമായി മാറി. ആ നന്മയുടെ ഭാഗമായി മാറുമ്പോൾ ആസിറിൻ്റെ ചിന്തയും വിചാരവും ഒക്കെ ഇതിൻ്റെ ഭാഗമായി കടന്നു വന്നിട്ടുണ്ടാകും. ആസിറായിരുന്നല്ലോ ഇതിൻ്റെ അഡ്മിൻ. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളെയൊക്കെ ഇങ്ങനെ നിലനിർത്തുന്ന മനുഷ്യരായി മാറുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം ആസിർ നിർവഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ പെൻസിലിനെ കുറിച്ച്. സാധാരണഗതിയിൽ ഈ പെൻസിൽ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വളരെ നിസ്സാരമായൊരു സംഗതിയായിട്ട് തോന്നും. ശരിക്കും മനുഷ്യരോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു ടൂളാണ് പെൻസിൽ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു പെൻസിലെടുത്ത് നമ്മൾ മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പെൻസിൽ അവിടെ ഇരിക്കും, അല്ലേ? പെൻസിൽ അനങ്ങൂല. ആ പെൻസിലിനെ നമ്മളിങ്ങനെ വിരൽ കൊണ്ടെടുത്ത് ഒരു കടലാസിലേക്ക് പതിപ്പിച്ച് വെച്ച് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ അതിനെ ചലിപ്പിച്ച് അക്ഷരങ്ങളോ ചിത്രങ്ങളോ ആക്കി മാറ്റുമ്പോഴാണ് അത് നമുക്ക് കാണുന്ന ഒന്നായി മാറാം. അതവിടെ ഇരിക്കുകയാണെങ്കിലോ ആ ഇരിപ്പ് അവിടെ ഇരിക്കും. നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളും അതുപോലെ ആയിരുന്നു. ഒരു കട്ടിലിൽ അനക്കമില്ലാതെ സ്വന്തമായി അനങ്ങാനാകാത്ത അവസ്ഥയിലായിരുന്നു നമ്മൾ. ഞാനവിടെ കുട്ടികളുള്ളത് കൊണ്ട് കൂടിയാണ് പറയുന്നത്. നമ്മളും അതുപോലെ ആയിരുന്നു. അങ്ങനെ ആയിരുന്നു നമ്മളെ നമ്മുടെ വാപ്പയും ഉമ്മയും വളർത്തി വലുതാക്കി. നമ്മുടെ അധ്യാപകർ നമ്മളെ പഠിപ്പിച്ചു, നമുക്ക് വേണ്ട നന്മകളൊക്കെയും ഉപദേശിച്ച് തന്നു. അങ്ങനെ നമ്മൾ പരീക്ഷ എഴുതി, പരീക്ഷയിൽ പാസ്സായി, വലിയ മാർക്ക് വാങ്ങി, നമ്മളെ ആദരിച്ചു. ഇത് വെറുതെ ഉണ്ടായൊരു സാധനമല്ല. ആരൊക്കെയോ നേരത്തെ പെൻസിലിനെ 2 വിരലിൻ്റെ ഉള്ളിലേക്ക് വെച്ച പോലെ, അതിലൊരു മർദ്ദമുണ്ടായ പോലെ, അതൊരു പേപ്പറിലേക്ക് പതിച്ച പോലെ, അവിടെ ഇങ്ങനെ മർദ്ദം ഉപയോഗിച്ച് ചലിപ്പിച്ച പോലെ നമ്മളെ എങ്ങനെ ആരൊക്കെയോ കൊണ്ട് നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ആദരിക്കപ്പെടുന്നിടത്തേക്ക് നമ്മൾ എത്തിയത്. അവരോട് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്നുള്ളത് നന്ദി എന്നുള്ളതാണ്, അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്, നന്ദി കാണിക്കുക എന്നുള്ളതാണ്. ആസിറിൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു ആസിറിന്. വെറും ഒരു ജോബ് അല്ല, ലോകം മുഴുവൻ കരിയർ സാധ്യതയുള്ള ജോബ് ആഗ്രഹിക്കുന്നുണ്ടോ? സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ്. അത് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ ഏവിയേഷൻ മേഖലയിൽ മികച്ച ജോലി, അട്രാക്റ്റീവ് സാലറി, ഗ്ലോബൽ അവസരങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്കിനി സ്വന്തമാക്കാം. 11 വർഷത്തെ വിശ്വാസത്തോടെ 500-ലധികം വിദ്യാർത്ഥികളെ ഇന്ത്യയിലും വിദേശത്തും പ്ലേസ്മെന്റ് നേടിയ ഗ്ലോബൽ അക്കാദമി ഇപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ റീഡിഫൈൻ ചെയ്യാൻ തയ്യാറാണ്. 1 വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ്, 3 വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി പ്രോഗ്രാം, ഇതെല്ലാം ഏറ്റവും അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ. സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കരിയറിന് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നൽകുന്നു. പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്, ഇൻഡസ്ട്രി ഫോക്കസ്ഡ് പ്രാക്ടിക്കൽ സെഷൻസ്, കൂടാതെ മലേഷ്യ ഉൾപ്പെടെയുള്ള ഇന്റർനാഷണൽ എക്സ്പോഷർ ട്രിപ്സും പിന്നെ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും ഉറപ്പ് നൽകുന്നു. അല്ലെങ്കിൽ 30,000 രൂപ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടും. പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻസ് തുടരുന്നു. ഞങ്ങളുടെ ബ്രാഞ്ചസ് വരുന്നത് തിരൂർ, വളാഞ്ചേരി, ചെമ്മാട്, എടപ്പാളാണ്. ഇന്ന് തന്നെ കോൾ ചെയ്യൂ, നിങ്ങളുടെ കരിയർ ടേക്ക് ഓഫ് ആക്കും. കോൺടാക്ട് 8075-764-120, 7902-638-001. ആസിർ
ആസിറിനെ എപ്പോഴും നമുക്ക് വിളിക്കാമായിരുന്നു. ഇപ്പം ഞാനും ആസിറിൻ്റെ അതേ തസ്തികയിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ചെയ്യുന്നയാളാണ്. ഞാനും ഇപ്പറഞ്ഞ പോലെ ആസിർ ചെയ്യുന്ന പോലെ പലതും അവിടെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ആസിറിനെ വിളിക്കാം. ആസിറിനെ വിളിച്ചു കഴിഞ്ഞാൽ എത്ര തിരക്കിലാണെങ്കിലും ആസിർ ഫോൺ എടുക്കും. ഇപ്പോൾ പരീക്ഷാ സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടാവുന്ന ഘട്ടങ്ങളിൽ ആസിർ ഇപ്പോൾ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഒരേ സമയത്താണല്ലോ പരീക്ഷ നടക്കുക. അപ്പോൾ ആ പരീക്ഷ നടക്കുന്ന സമയത്ത് എല്ലാ സ്കൂളുകളിലെയും ഈ ജോലി ചെയ്യുന്ന ആളുകൾ തിരക്കിലായിരിക്കും. ചില സമയത്ത് ഈ ടെക്നിക്കൽ എറർ വരുമ്പോൾ ആസിറിനെ വിളിക്കും. വിളിച്ച രണ്ടാമത്തെ റിങ്ങിൽ ആസിർ ഫോൺ എടുക്കും. ഇപ്പോൾ എന്നെയാണ് വിളിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഞാൻ ആ സമയത്ത് ഫോൺ എടുക്കൂല, ഞാൻ എൻ്റെ തിരക്ക് കഴിഞ്ഞിട്ട് ആയിരിക്കും തിരിച്ച് വിളിക്കാം. പക്ഷേ ആസിറിനെ എപ്പോഴാണോ വിളിക്കുന്നത് ആ സമയത്ത് ആസിർ ഫോൺ എടുക്കും. എന്താണോ നമ്മൾ ചോദിക്കുന്നത് ആ ചോദ്യത്തിന് ആസിർ ഉത്തരം തരും. എന്താണോ പ്രശ്നം ആ പ്രശ്നത്തിന് പരിഹാരം ആസിർ നിർദ്ദേശിച്ചു തരും എന്നുള്ളതാണ്. എൻ്റെ മനസ്സിൽ ആസിർ എന്ന് പറയുന്നത് ആ ആസിറാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത്. എനിക്കൊരിക്കലും ഒരു പക്ഷേ നമുക്ക് പലർക്കും ആകാൻ പറ്റാത്തൊരു സംഗതി കൂടിയാണത്. തിരക്കുണ്ടാകുമ്പോൾ നമ്മൾ ആകെ ഡിസ്റ്റർബ്ഡ് ആകും. പിന്നെ നമ്മുടെ ഫോണിൽ കോൾ വന്നാൽ നമ്മൾ ഫോൺ എടുക്കില്ല, നമ്മൾ ആരെങ്കിലും വിളിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷേ ആ തിരക്കുകൾക്കിടയിലൊക്കെയും നമ്മളെ പരിഗണിക്കാനും അഡ്രസ്സ് ചെയ്യാനും ആസിർ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. ജോലിയിടങ്ങളിൽ ആസിറിൻ്റെ വ്യതിരക്തത അതായിരുന്നു അല്ലേ. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള മനുഷ്യർ വളരെ കുറവായിരിക്കും. ഇപ്പോൾ ആസിർ മരിച്ച സമയത്ത് ആസിറിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിൽ നടന്ന യോഗത്തിൽ ആസിറിൻ്റെ ആ സ്കൂൾ നടത്തുന്ന സംഘടനയുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെയുള്ളവരവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ്. അവരവിടെ വന്നത് ആസിർ ആ സ്ഥാപനത്തിന് ചെയ്തു കൊടുത്തൊരു കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ ചെയ്യുന്ന ജോലി നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് അത്രമേൽ സംതൃപ്തിയും എന്താ പറയുക കുളിർമയും നൽകാൻ നമുക്കാകുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ബാക്കി വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പെൻസിലിലെ മറ്റൊരു സംഗതിയായിട്ട് പറയാറുള്ളൊരു കാര്യം, പെൻസിൽ കാണാൻ നല്ല ഭംഗിയുള്ള സാധനമാണ് അല്ലേ. ഇപ്പോൾ എന്താ പറയുക, നല്ല എനാമൽ ചെയ്ത് നല്ല ചെത്തി മിനുക്കി അതിൻ്റെ പുറത്ത് നന്നായി പെയിൻ്റ് അടിച്ച് വർണ്ണങ്ങൾ ചാലിച്ച് അല്ലേ. പക്ഷെ അങ്ങനെയുള്ള ഒരു ഭംഗി ആ പെൻസിലിന് ഒരു ഗുണവും നൽകാറില്ല അല്ലേ. അങ്ങനെ ഭംഗിയുള്ളത് കൊണ്ട് ആ പെൻസിൽ ഒരു ചിത്രം വരക്കാനോ അല്ലെങ്കിൽ ഒന്ന് എഴുതാനോ പറ്റില്ല. മറിച്ച് ആ തടിക്കഷ്ണത്തിനകത്ത് ആ ഇനാമലിനകത്ത് ആ പെയിൻറ്റിനകത്ത് ആ ചിത്രങ്ങൾക്കകത്ത് ഒരു കറുത്ത സാധനമുണ്ട് അല്ലേ. ആ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന കറുത്ത ആ സാധനം ആണ് എന്ത് ചെയ്യുന്നത്, വരയായി മാറുന്നത്, ചിത്രമായും അക്ഷരങ്ങളായും വാക്കുകളായിട്ടും മാറുന്നത്. നമ്മുടെ ഉള്ളിലുമുണ്ട് അതുപോലൊരു സാധനം. പലപ്പോഴും നമ്മൾ പുറത്തുള്ള നമ്മുടെ തടിയെ മിനുക്കി പെയിൻ്റ് അടിച്ച് വർണ്ണം പൂശി ഒക്കെ നമ്മൾ മിനുക്കാൻ ശ്രമിക്കും. പക്ഷെ ഉള്ളിലുള്ള ഗ്രാഫൈറ്റിനെ നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. ഈ ഉള്ളിലുള്ള ഗ്രാഫൈറ്റ് ശ്രദ്ധിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ മനുഷ്യർക്ക് ഉപകാരമുള്ളവരായിട്ട് മാറാം. ആസിർ അങ്ങനെ ഇരുന്നു. ആസിറിനെ കാണുമ്പോൾ ആസിർ നല്ലൊരു അജാന ബാഹു, എന്താ പറയുക, വളരെ പക്വതയും പാകതയുമുള്ള, വളരെ ഗൗരവത്തിൽ അധികം ചിരിക്കാത്ത, അധികമൊന്നും വർത്തമാനം പറയാത്ത ഒരു എന്താ പറയുക ഒരു ഫുള്ളി ജെൻറ്റിലായിട്ടുള്ളൊരു മനുഷ്യൻ. ആ ജെൻറ്റിലായിട്ടുള്ള മനുഷ്യൻ്റെ ഉള്ളും അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്. വളരെ സൗമ്യമായിട്ടാണ് ആസിർ പെരുമാറുക. ആസിർ ദേഷ്യം പിടിക്കുന്നത് നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഇന്നേവരെ നമ്മൾ കാണാത്തൊരു സാധനമാണ് ആസിർ ദേഷ്യം പിടിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമല്ല, പക്ഷേ ഈ ഗ്രൂപ്പിൽ നടക്കുന്ന തല്ലുകൂടൽ പൊതുവെ അറിയാറുണ്ട്. ഇപ്പോൾ ജാസിറും ഇവരൊക്കെ ഇതിങ്ങനെ പങ്കുവെക്കുമ്പോൾ ഇതിനകത്ത് നടക്കുന്നൊരു ഷണ്ടയെക്കുറിച്ച് നമ്മളെപ്പോഴും അറിയാറുണ്ട്. പക്ഷേ ആസിർ ഈ ഷണ്ടകളെ എങ്ങനെ സൗമ്യമായി പരിഹരിക്കാം, ആസിറും അങ്ങനെ തല്ലുകൂടുന്ന ഒരാളായി മാറിക്കഴിഞ്ഞാൽ എന്തൊരു അവസ്ഥ, ഈ സാധനം പൊട്ടി പാളീസായിട്ട് ഇല്ലാതായി പോയിട്ടുണ്ടാവും. ആസിറിൻ്റെ ഉള്ളിൽ കാണിച്ച ഒരു പെൻസിലിൻ്റെ ഗ്രാഫൈറ്റ് കാണിക്കുന്ന ഒരു വെളിച്ചമുണ്ടല്ലോ, ഒരു തെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചമാണ് ഈ കൂട്ടായ്മയെ ഇങ്ങനെ നിലനിർത്തിയത് എന്നുള്ളതാണ്. പലപ്പോഴും തിരുത്തൽ ആയിട്ട് ആസിർ മാറിയിട്ടുണ്ട്. എനിക്കറിയാം ആസിർ നിങ്ങൾക്കിടയിലുള്ള ഈ പ്രശ്നങ്ങളിലൊക്കെ ഒരു തിരുത്തൽ വാദമാണ് ആസിർ നടത്തിയിട്ടുള്ളത്. പെൻസിലിലെ റബ്ബർ നിർവഹിക്കുന്ന പണി അല്ലേ, നമ്മൾ എഴുതുമ്പോൾ തെറ്റിപ്പോവും, പിശകുകൾ വരും, എന്താ പറയുക, ചിത്രങ്ങൾ കോലം കെട്ടുപോകും, അതിനെ മായ്ച്ച് വീണ്ടും പുതുക്കി പണയുന്നൊരു ഏർപ്പാടുണ്ട്. പെൻസിൽ നിർവഹിക്കുന്നൊരു സാധനം അതാണ്. മനുഷ്യൻ എന്ന നിലയിൽ അങ്ങനെ മനുഷ്യരെ പുതുക്കുന്ന ഒരു പണി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിറവുണ്ട്, ഒരു കുളിർമയുണ്ട്. ആ പണിയാണ് ആസിർ നിർവഹിച്ചത്. എല്ലാവരും ഷണ്ട കൂടുമ്പോൾ ആ ഷണ്ടക്കൊപ്പം നിൽക്കാതെ ആ ഷണ്ടകളെ മായ്ച്ച് കളഞ്ഞ്, ആ തല്ലുകൂട്ടത്തെ മായ്ച്ച് കളഞ്ഞ് ഈ എന്താ പറയുക, ഈ കൂട്ടായ്മയെ തെളിച്ചമുള്ളതാക്കി നിർത്തി എന്നുള്ളതാണ്. ഈ തെളിച്ചമുള്ളതാക്കി നിർത്തുമ്പോൾ ബാക്കിയാകുന്ന ഒന്ന് എന്നുള്ളത് ശൂന്യതയാണ്. ആ ശൂന്യത ഓർമ്മയായിട്ടുണ്ടാകുമെന്നുള്ളതാണ്.
ഞാൻ മനസ്സിലാക്കിയിടത്തോളം ടീം പള്ളിക്കടവ് ഏത് കാലം വരെ നിലനിൽക്കുന്നുവോ ആ കാലം അത്രയും ആസിർ ഓർമ്മയായിട്ടുണ്ടാകുമെന്നുള്ളതാണ്. ആസിറിൻ്റെ ഒരു എന്താ പറയുക, ഫിസിക്കൽ അപ്പിയറൻസ് ഒരു പക്ഷേ നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. പക്ഷേ ആസിർ ആ ശൂന്യതയിലും ഓർമ്മയായി നിലനിൽക്കും. അങ്ങനെ ഓർമ്മയായി നിലനിൽക്കാൻ നമുക്കാകുക എന്നുള്ളതാണ്. അതൊരു വലിയ പണിയാണത്, അല്ലേ? കാലം കഴിഞ്ഞാലും മരണത്തിന് കുറേ കാലങ്ങൾക്ക് ശേഷവും ഓർമ്മയായി നിലനിൽക്കുക എന്നുള്ളത്. ഓർമ്മയായി നിൽക്കാനും ഒരാളുടെ മനസ്സിൽ നിൽക്കാനും വലിയ പണിയില്ല. കുട്ടികളോട് കൂടി പറയാണ്. ഇപ്പോൾ ഹെലൻ എന്ന് പറയുന്നൊരു സിനിമ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ചെറിയ സിനിമയാണ്, ദേശീയ അവാർഡ് കിട്ടിയ സിനിമയാണ്. അന്നാബെന്നും ലാലും ഒക്കെ അഭിനയിച്ച സിനിമയാണ്. ആ സിനിമയുടെ ക്ലൈമാക്സ് ഉണ്ട്. ആ ക്ലൈമാക്സിൽ നിങ്ങൾക്കറിയാം, അതിൽ അന്നാബെന്നിനെ കാണാതാകുന്നു. കുറേ സമയത്തിന് ശേഷം അന്നാബെൻ ഒരു മാളിനകത്തെ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഫ്രീസറിനകത്ത് കുടുങ്ങിപ്പോകുന്നു. അങ്ങനെ കുറേ എന്താ പറയുക, അന്വേഷിച്ച് തപ്പി ആളെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചു. അങ്ങനെ റിക്കവറി ആകുന്നുണ്ട്. സിനിമയുടെ ക്ലൈമാക്സിൽ ഈ അന്നാബെൻ റിക്കവറി ആയതിനു ശേഷം ലാല്, അന്നാബെൻ്റെ അച്ഛൻ, ഇങ്ങനെ പുറത്തിരിക്കുമ്പോൾ മാളിലെ സെക്യൂരിറ്റി വന്നിട്ട് ഇയാളോട്, ലാലിനോട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് ഇപ്പം എങ്ങനെയുണ്ട്? അപ്പോൾ ലാൽ പറയുന്നു, മറ്റേ റിക്കവറി ആയിട്ടുണ്ട്, ICU എന്നൊക്കെ മാറ്റി. ലാൽ തിരിച്ച് ഈ വാച്ച്മാനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് എൻ്റെ മോള് മാളിനകത്ത് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്? അപ്പോൾ അയാൾ അതിന് പറയുന്നൊരു മറുപടി ഉണ്ട്. എങ്ങനെ നമുക്ക് ഈ ലോകത്തൊരു അടയാളപ്പെടുത്തലായി നിൽക്കാം എന്നതിൻ്റെ ഉത്തരമായി നമുക്കത് എടുക്കാവുന്നതാണ്. അയാൾ പറയുന്ന മറുപടി, എല്ലാ ദിവസവും മോള് മാളിലേക്ക് വരുമ്പോൾ, നൂറുകണക്കിന് മനുഷ്യർ ഓരോ ദിവസം വരികയും പോവുകയും ചെയ്യുന്ന മാളിലേക്ക് മോള് കടന്നു വരുമ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പുഞ്ചിരിക്കും, കൈ ഉയർത്തി ഒന്ന് സലാം പറയും. അന്ന് രാവിലെയും അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ എനിക്ക് ആ പുഞ്ചിരി കിട്ടിയില്ല, കൈ ഉയർത്തിയുള്ള സലാമും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു, മോൾ എന്ത് ചെയ്തിട്ടില്ല, മാളിനകത്തുനിന്ന് പുറത്തു പോയിട്ടില്ല. ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മനുഷ്യർക്കിടയിൽ ഒരൊറ്റ പുഞ്ചിരി മതി, ഒറ്റ സലാം മതി അയാളുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മയായിട്ട് നിൽക്കാനെന്ന് അവസാനം അയാൾ പറയുന്നുണ്ട്. ഇപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾ എന്ന നിലയിൽ നിങ്ങൾ ഈ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്താൻ മഹാകാര്യങ്ങളൊന്നും ചെയ്തു വെക്കേണ്ടതില്ല, കേവലമായൊരു പുഞ്ചിരി മതി. ആസിർ ചെയ്ത പോലെ എല്ലാവരുടെയും മുഖത്ത് നോക്കി നിങ്ങളൊന്ന് പുഞ്ചിരിക്കാൻ തയ്യാറായാൽ നിങ്ങൾ കാലങ്ങളെ അതിജയിക്കുന്ന, കാലങ്ങൾ കഴിഞ്ഞാലും നിങ്ങളുടെ ഓർമ്മകൾ അവശേഷിക്കുന്നവരായി നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റും. അതിന് മഹാകാര്യങ്ങളൊന്നും, വലിയ ലോകത്തെ അതിജയിക്കുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്തു വെക്കേണ്ടതില്ല. ആ അർത്ഥത്തിൽ ആസിർ നമുക്ക് മുമ്പിൽ വെച്ച് പോയിട്ടുള്ളത് വലിയൊരു മാതൃകയാണ്. ആസിറിനെ മാതൃകയാക്കാൻ അത്തരത്തിലുള്ള പലതും നമുക്ക് അവശേഷിപ്പായിട്ടുണ്ട്. ആസിറിനെ ആ അർത്ഥത്തിൽ നമുക്ക് ഓർക്കാം, ഉൾക്കൊള്ളാം, മാതൃകയാക്കാം. ആസിറിൻ്റെ പരലോക ജീവിതം ധന്യമാകട്ടെ. പടച്ചതമ്പുരാൻ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.